ഹേയ് ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ട് ഇതുവരെ ഉണ്ടാക്കാത്തൊരു കറി എൻ്റെ ഒരു വീഡിയോയിലും കണ്ടിട്ടുണ്ടാവില്ല ഞാൻ മുട്ടക്കറി ഉണ്ടാക്കുന്നത്. കാരണം എനിക്ക് മുട്ടക്കറി ഉണ്ടാക്കാൻ അറിയില്ല. ഞാൻ ഇന്ന് വിചാരിച്ചു, ഞാൻ കുറേ യൂട്യൂബിൽ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഒരു മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ സാധനങ്ങളൊക്കെ ഭയങ്കര കുറവാട്ടോ. എന്നാലും ഞാൻ വിചാരിച്ചതിനെക്കാട്ടും അടിപൊളിയായിട്ട് സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താക്കി 2 മുട്ട എടുത്തു. പക്ഷെ 2 മുട്ട കഴിക്കാൻ പറ്റിയില്ല കേട്ടോ. കുറച്ച് എണ്ണ ഒഴിച്ച്, പിന്നെ കുറച്ച് ഉലുവ, പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വലിയ ഉള്ളി ഇട്ടു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പിട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു. അത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മിക്സാക്കി ഒന്ന് വാടി വന്നപ്പോൾ തക്കാളി ഇട്ടു. തക്കാളി ഇട്ടൊന്ന് യോജിച്ച് വന്നപ്പോൾ കുറച്ച് ഗരം മസാല ഇട്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ടു. അത് കഴിഞ്ഞ് ഞാൻ അവിടെ മീറ്റ് മസാല യൂസ് ചെയ്യുന്നത്. മീറ്റ് മസാല ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച്, ഞാൻ കുറച്ച് അധികം വെള്ളം ഒഴിച്ചായിരുന്നു. എന്തായാലും അത് ജസ്റ്റ് ഒന്ന് കുറുകി വരുമല്ലോ. പിന്നെ മുട്ട ഇട്ടിട്ടുണ്ട്. മുട്ട ഇട്ട് ജസ്റ്റ് കുറച്ച് നേരം തിളപ്പിച്ച്, കുറച്ച് വെള്ളം വറ്റി കുറച്ചൊന്ന് ഡ്രൈ ആവാണ്ടായിരുന്നു. ഞാൻ ഡ്രൈ ആക്കി ഞാൻ അപ്പം തന്നെ പാത്രങ്ങളൊക്കെ കഴുകി എടുത്ത സംഭവങ്ങളൊക്കെ എടുത്തെടുത്ത് വെക്കുന്നുണ്ട്. കാരണം ഇല്ലെങ്കിൽ ഞാൻ ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഞാൻ അതിൻ്റെ പുറകെ നടക്കേണ്ടി വരും. പിന്നെ കുറച്ചായിട്ട് എനിക്ക് തുടങ്ങിയൊരു ഭ്രാന്താണ് ഒരു മൺപാത്രത്തിൽ ചോറാക്കിയിട്ട് കറക്റ്റ് ഷേപ്പിന് കഴിക്കുന്നത്. കുറച്ച് നാളായി ഈ ഒരു ഭ്രാന്ത് തുടങ്ങിയിട്ട്. അങ്ങനെ ഞാൻ ചോറും മുട്ടക്കറിയൊക്കെ എടുത്തു. അടിപൊളിയായിരുന്നു കേട്ടോ. കഴിച്ച് നോക്കാം. അതിലൂടെ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ മുട്ടക്കറി ഉണ്ടാവില്ല, അല്ലെങ്കിൽ നന്നാവില്ല ഭയങ്കര കുറവാണ്. ഇത് ഞാൻ ചെന്നൈയിലേക്ക് വന്നിട്ട് ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന മുട്ടക്കറി. അപ്പം അതിൻ്റേതായ ഒരു ഇതുണ്ട്. ഇതെല്ലാം നമുക്ക് കഴിച്ചു നോക്കാം. ഞാൻ ഫോണിലൊക്കെ നോക്കിയായിരുന്നു. ലാസ്റ്റ് എനിക്ക് ദേഷ്യം പിടിച്ചിട്ട് പറഞ്ഞു ഇപ്പം എന്താവട്ടെ എന്നുള്ള രീതിയിൽ, എനിക്ക് അറിയുന്ന രീതിയിൽ ഞാൻ തട്ടി നോക്കിയത്. ഓക്കെ, നല്ലുണ്ട്. നമ്മൾ മാറി നിന്ന് കുക്ക് ചെയ്യുമ്പം നമുക്ക് മനസ്സിലാവുന്ന ഏറ്റവും വലിയ കാര്യം എന്താ പറയുക, എല്ലാ സാധനങ്ങളും ഇല്ലെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ടേസ്റ്റ് ഇതിന് കിട്ടും. കാരണം ഇതിനിപ്പോൾ എൻ്റെ അടുത്ത് തന്നെയാണെങ്കിൽ മിനിമം സാധനങ്ങൾ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം നമുക്ക് ഇതൊന്നും മനസ്സിലാവുന്നൊരു കാര്യമാണ്. നമ്മൾ ദൂരത്തേക്ക് മാറിയിരുന്നാലും നമുക്ക് വേണ്ടത്ര സാധനം നമ്മുടെ കയ്യിൽ വേണമെന്നില്ല, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ അത്രയും ടൈം എഫേർട്ട് ഇട്ട് ചെയ്യുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു അത് ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഓക്കെ, ഞാൻ കഴിക്കുന്നത് കിടന്നിറങ്ങണം. നാളെ രാവിലെ 6:50 വണ്ടി കൊടുക്കും. അതിന് മുമ്പ് ഞാൻ എണീറ്റ് ഒരു റെഡി ആയി പോകണം. എന്നാലും എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, ബൈ.